ഒരു സുന്ദരമായ ഈ ഒരു സിസ്റ്റം, നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു സുന്ദരമായ ഒരു സിസ്റ്റം ഏറ്റെടുത്ത്, നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് 4.5 വർഷം കഴിഞ്ഞു. നമ്മുടെ ഗുരുക്കന്മാരായ ലീഡേഴ്സിന്റെ അനുഗ്രഹത്താലും അതുപോലെ പാർട്ട്നേഴ്സിന്റെ അനുഗ്രഹത്താലും വലിയൊരു ടീമിനെ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിന് എല്ലാവരോടും കൃതജ്ഞതയും നന്ദിയും അർപ്പിക്കുന്നു. നമ്മൾ ഈ ഒരു കേൾക്കാൻ പോകുന്ന ഈ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ലോക കോടീശ്വരന്മാർ കൊണ്ടുവന്ന, ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന കുടുംബം, അങ്ങനെയുള്ള ഒരു കുടുംബം കൊണ്ടുവന്ന ആ ഒരു ബിസിനസിന്റെ പാർട്ട്ണറായി മാറുവാൻ പറ്റുമോ എന്ന് പറയുന്നത് അത് ചെറിയൊരു ചില്ലറ കാര്യമല്ല. അങ്ങനെ ഒരു മഹാഭാഗ്യം ലഭിച്ച ഒരുപാട് ആൾക്കാർ ആണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ആ ഒരു എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു സുന്ദരമായ സിസ്റ്റത്തിലൂടെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കട്ടെ. ഞാനിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് നമുക്ക് വേണ്ടി ഈ ഒരു മീറ്റിംഗ് സെഷൻ നമ്മളിലേക്ക് അവതരിപ്പിച്ചു തരുന്നത് നമ്മുടെ എല്ലാം 2 പ്രിയങ്കരന്മാരായ 2 ഗ്രേറ്റ് ലീഡേഴ്സാണ്. ഒന്ന് നമ്മുടെ കോഴിക്കോട് വടകരയുടെ ഗ്രേറ്റ് ലീഡറായ രാജീവൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ പേൾവെൽ ഇന്റർനാഷണലിന്റെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഡിജിറ്റൽ ബാങ്ക് സിസ്റ്റം, ഡിജിറ്റൽ കറൻസി പ്രോഗ്രാം, ഈ ഒരു പ്രോഗ്രാം മുതൽ ഈ ഒരു സിസ്റ്റത്തെ വളരെയേറെ നല്ല രീതിയിൽ വീക്ഷിക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയും അതുപോലെ തന്നെ സിസ്റ്റം പറയുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും വലിയ വടകര അതുപോലെ തന്നെ കേരളത്തിൽ വലിയൊരു ടീമിന്റെ ലീഡർഷിപ്പിലേക്ക് കൂടി പ്രവേശിച്ച ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ പ്രിയങ്കരനായ രാജീവൻ സാർ. അദ്ദേഹം ആദ്യമായിട്ടാണ് ഇന്ന് ഈ മീറ്റിംഗ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പാർട്ട്നേഴ്സും അദ്ദേഹത്തിന്റെ ആ ഒരു വിജയത്തിന് വേണ്ടിയും ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടിയും എല്ലാവരും സഹകരിക്കുക. ആ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡറായ രാജീവൻ സാറിന്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിന്റെ മറ്റൊരു ഗ്രേറ്റ് ലീഡറായ ഷാജി സാറാണ് നമുക്ക് വേണ്ടി അടുത്ത സെഷൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹവും ഈ ഒരു സിസ്റ്റം നെഞ്ചോട് ചേർത്തുകൊണ്ട് ഏറ്റെടുത്ത് തന്റെ കൂടെ വരുന്നവരെ ഏറ്റവും വലിയ സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിക്കണമെന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഷാജി സാർ. അദ്ദേഹമാണ് അടുത്ത 2ാമത്തെ സെഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഈ സെഷൻ നന്ദി പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നത് കണ്ണൂരിന്റെ തന്നെ മറ്റൊരു മേമായ ഈ ഒരു സിസ്റ്റത്തെ പറ്റി വളരെ വളരെ പെട്ടെന്ന് തന്നെ കടന്നു വന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്ത് ഈ ഒരു സിസ്റ്റത്തിലൂടെ വിജയിക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രേറ്റ് മേമാണ് നമ്മുടെ ശ്യാമള മാം. വലിയൊരു ടീമിന് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ആ ടീമിനെ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കടത്തിവിടാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രേറ്റ് മേമാണ് ശ്യാമള മേമാണ് ഇന്ന് ഈ സെഷൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഞാൻ അധികം നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറുമായ ആദ്യമായി പ്രസന്റേഷൻ ചെയ്യുന്ന നമ്മുടെ രാജീവൻ സാറിന്റെയും അതുപോലെ തന്നെ ഷായ് സാറിന്റെയും ശ്യാമള മേഡത്തിന്റെയും ഒക്കെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സ്നേഹത്തോടെ ഏറ്റവും വലിയ ബഹുമാനത്തോടു കൂടി നമ്മുടെ ഗ്രേറ്റ് ലീഡറായ രാജീവൻ സാറിനെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. ഗ്രേറ്റ് ലീഡർ രാജീവൻ സാർ, വെൽക്കം സാർ. താങ്ക് യു മനീഷ് സാർ. അപ്പൊ ശബ്ദം ക്ലിയർ ആണോ സാറേ? നല്ല ക്ലിയർ ആണ് സാറേ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് രാജീവൻ, വടകരയാണ് സ്ഥലം. അപ്പൊ ഇന്ന് പാർട്ട്നേഴ്സ് ക്ലബിന്റെ 2025 വർഷത്തെ ആദ്യത്തെ ടെലിഗ്രാം മീറ്റിംഗിലാണ് നമ്മളേവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എന്നെ ആദ്യമായി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ,
ഈ ഒരു സിസ്റ്റത്തിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് പേൾവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം പിന്നെ മനീഷ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ അതൊക്കെ നമ്മുടെ പാർട്ട്ണർമാർ പിന്നെ പരിഹരിക്കുമെന്നൊരു ഉത്തമ വിശ്വാസത്തോടു കൂടി നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ഒരു ജോലി സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ആ ജോലിയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പൊ അതിനെ നമുക്കതിന്റെ തിയറി എന്ന് പറയാം. രണ്ടാമതൊരു കാര്യം, ആ ജോലി ചെയ്യാനുള്ള നല്ല പരിജ്ഞാനം, അതായത് അതിന് നല്ല പ്രാക്ടീസ് നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു നല്ല വരുമാനം നമുക്ക് ലഭിക്കണം. ആ വരുമാനത്തെ പറ്റിയും ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടോട് കൂടി വേണം പേൾവിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പേൾവിന്റെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിനെയും നമ്മൾ പിന്നെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കണ്ടറിയാൻ. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, അതുപോലെ തന്നെ പുതിയ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് രീതിയാണ് നമ്മളിവിടെ അവലംബിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ് രീതി വലിയ പരിചയമില്ലാത്ത ഒരു മേഖലയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ കൈകളിലാണ് ഈ ഒരു പിന്നെ പ്രസ്ഥാനം പിന്നെ അവരെക്കാൾ മുമ്പേ നമ്മുടെ കൈകളിൽ വന്നുപെട്ടു എന്ന് മാത്രമാണ് ഇവിടെയുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന അവസരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ അടുത്ത് നിന്ന് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, അവർക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഇതിനൊക്കെ കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അറിവ് നമ്മൾ എന്ത് ചെയ്യണം, നേടിയെടുക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് സമീപ ഭാവിയിൽ, പറഞ്ഞത് ശ്രദ്ധിക്കണം, സമീപ ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് നമ്മുടെ ലോകം വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകം ഇന്ന് ഒരു മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പുതിയ പുതിയ ടെക്നോളജികൾ, അതുപോലെ തന്നെ പിന്നെ സഞ്ചരിക്കാനുള്ള സൗകര്യമാണ് ഈ ഒരു കാര്യം പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു സംഭവം നമ്മൾ അറിയണമെങ്കിൽ ആഴ്ചകളും മാസങ്ങളും വേണ്ടി വന്നിടത്ത് ഇന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ നമുക്കത് അറിയാനും അതിനു വേണ്ടുന്നുള്ള മറ്റ് നടപടികൾ വേണമെങ്കിൽ സ്വീകരിക്കാനും ഒക്കെ ഇന്ന് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ പോകാനും വരാനും പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായി വളരെ സൗകര്യങ്ങളുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് ലോകം ചുരുങ്ങിപ്പോയി എന്ന് പറയാനുള്ള ഒരു കാരണം. അപ്പോ പിന്നെ നമുക്ക് ഇവിടെ പേൾവിൻ അവതരിപ്പിക്കുന്നതും ഇതുപോലുള്ള പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് വേൾഡ് വൈഡ് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പേൾവിൻ? അപ്പൊ പേൾവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഇ-കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ് വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇത് 2015 അമേരിക്കയിൽ ടെക്സാസിൽ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ഡാനിയൽ ജോൺസൺ. അപ്പൊ അദ്ദേഹം ഗണിത ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം പിന്നെ അതിസമ്പന്നമായ റോച്ചൈൽഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ റോച്ചൈൽഡ് ഫാമിലി? കാരണം നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഏറ്റെടുക്കുന്ന സമയത്ത് അതിന്റെ പിന്നിലുള്ള ആൾക്കാരാര്, അല്ലെങ്കിൽ അതിന്റെ ശക്തി എന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്കിതിൽ പ്രവർത്തിക്കാനുള്ള വലിയൊരു ഊർജം കിട്ടുമെന്നതാണ് ഒരു കാര്യം. അപ്പൊ ആരാണ് ഈ റോച്ചൈൽഡ് ഫാമിലി? ഇപ്പൊ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിന്റെ ഏകദേശം വലിയൊരു പിന്നെ ശതമാനം കൈകാര്യം ചെയ്യുന്നത് കുറെ കുടുംബങ്ങളാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ടാറ്റ, ബിർള, അദാനി, അംബാനി തുടങ്ങി അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുടെ കയ്യിലാണ് സമ്പത്തിന്റെ വലിയ ഭാഗം കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ലോക സമ്പത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യുന്ന കുറെ കുടുംബങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ഈ റോച്ചൈൽഡ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നിലവിൽ ഉപയോഗിക്കുന്ന ബാങ്കിങ് സിസ്റ്റം, ലോകത്തിലെ ആദ്യത്തെ ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്ന പിന്നെ കുടുംബം, പിന്നെ അതുപോലെ തന്നെ ലോകത്തിലെ ഒട്ടുമിക്ക സാങ്കേതിക വിദ്യകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുടുംബം, ഡോളർ, അതുപോലെ തന്നെ പിന്നെ UK പൗണ്ട്,
ഈ ഒരു കറൻസികൾ കൊണ്ടുവരാൻ പിന്നെ ഇടയായ കുടുംബം, അതുപോലെ തന്നെ പനാമ കനാലിന് ഇൻവെസ്റ്റ് ചെയ്ത, സ്വിസ് ബാങ്കിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യൻ റെയിൽവേക്ക് മുൻകാലങ്ങളിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത, അങ്ങനെ ലോകത്തിലുള്ള ഒരുവിധമുള്ള എല്ലാ വലിയ വലിയ പിന്നെ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഒരു കുടുംബമാണ് ഈ റോത്ത്ഷൈൽഡ് ഫാമിലി എന്ന് പറയുന്നത്. ആ ഒരു കുടുംബത്തിന്റെ ഈ ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള ഒരു ബിസിനസ്സാണ് നാം ഇന്ന് ചെയ്യുന്ന പേൾവിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. അപ്പൊ ഇവിടെ പേൾവിൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് 6 ബിസിനസ് അവസരങ്ങളാണ്. അപ്പൊ ഈ ഒരു 6 ബിസിനസ് അവസരം എന്ന് പറഞ്ഞാൽ 2015 സ്റ്റാർട്ട് ചെയ്ത് 2025 അവസാനിക്കുന്ന 10 കൊല്ലത്തെ ഒരു പ്രോജക്റ്റാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്, അതായത് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് DP പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പൊ എന്താണ് ഈ ഒരു DP എന്ന് പറയുന്നത്? DP എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് DP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു DP ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വേൾഡ് വൈഡ് ഡിജിറ്റൽ ബാങ്കിങ് അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന ഒരു കാര്യമായിരുന്നു ഇതിന്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ അതിന് ആവശ്യമായി വന്നിരുന്നത് ഒരു 30 DP എന്ന് പറയുന്ന ഒരു സംഖ്യയായിരുന്നു. അപ്പോൾ ഈ ഒരു 30 DP എന്ന് പറയുമ്പോൾ ഒരു DP എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ ഡോളറിന് തുല്യമായ മൂല്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തത് 2015 എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു DP പ്രോഗ്രാം ഇന്ത്യയിൽ എത്തുന്നത് 2018. അപ്പൊ ഇന്ത്യയിൽ ഇത് പ്രവർത്തിക്കാനുള്ള പിന്നെ അനുമതി അത് കൊടുക്കുന്നത് നമ്മുടെ റിസർവ് ബാങ്കും അതുപോലെ തന്നെ സെബി തുടങ്ങിയ പിന്നെ ഏജൻസികളും ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുന്നു. അതായത് റുപ്പീസ് ഡ്രോയിങ് അറേഞ്ച്മെന്റ് RDA എന്നറിയപ്പെടുന്ന ഒരു ഉടമ്പടി പ്രകാരമാണ് ഇന്ത്യയിൽ ഇതിന്റെ പ്രവർത്തനം പിന്നെ തുടങ്ങിയത്. അപ്പൊ ഈ ഒരു പ്രവർത്തനം 150-ലധികം രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ 150 രാജ്യം എന്ന് പറയുന്നത് 150 രാജ്യങ്ങളിലെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കാര്യം എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ പോയി ഒരു പേപ്പർ ശരിയാക്കാൻ എത്ര വിഷമമുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനത്ത് 150 രാജ്യത്തെ ഗവൺമെന്റുമായിട്ട് ഇങ്ങനെ ഒരു കാര്യം നിയമം വിധേയമായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് വരണമെങ്കിൽ, അല്ലെ അതിന്റെ പിന്നിലുള്ള ആ ശക്തിയുടെ വലുപ്പം എത്രയാണ് എന്ന് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു DP ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് കൂടി നമ്മൾ ഈ ഒരു പണം നമ്മുടെ കറൻസിയാക്കി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് കറണ്ട് ബില്ല്, LIC, അതുപോലെ തന്നെ ഗ്യാസ് ബില്ല്, മൊബൈൽ റീചാർജ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ട വ്യക്തികളാണ്. അപ്പോൾ ഈ ഒരു വിദേശ കറൻസി ഇന്ത്യയിൽ ഈ വിധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ അത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ കൃത്യമായ ഒരു കാര്യങ്ങളില്ല എങ്കിൽ നടക്കില്ല എന്നത് നമുക്ക് ഏവർക്കും ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു DP പ്രോഗ്രാം 2022 ഈ ഒരു പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നത്. ആ താൽക്കാലികമായി നിർത്തിവെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ 80 ലക്ഷത്തിലധികം ആളുകൾ വേൾഡ് വൈഡ് ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടുതൽ ആളുകൾ വേണ്ട, നമ്മൾ ഉദ്ദേശിച്ച ആള് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം കൊണ്ടാണ് അന്ന് ഇത് നിർത്തിവെച്ചത്. അപ്പോ പിന്നെ നിർത്തിവെക്കുന്ന സമയത്ത് ഇതിൽ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നമ്മുടെ ഇതിലുള്ള അംഗങ്ങളെ അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് പിന്നെ ഈ ഒരു ഡിജിറ്റൽ ബാങ്കിങ് അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചുകൊണ്ട് വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഓരോ റാങ്കുകളും കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തിരിച്ചങ്ങോട്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്ത ഒരുപാട് പിന്നെ പൈസകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ഒരു പൈസയൊക്കെ നമ്മൾ എത്രയാണോ അങ്ങോട്ട് കൊടുത്തത് അതിന്റെ ഇരട്ടി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തിരിച്ച് തന്നുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഈ ഒരു പ്രോഗ്രാം അവിടെ അവസാനിപ്പിച്ചത്. അതിനുശേഷം വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ഈ ഒരു DP നിങ്ങൾ ഇതിന്റെ 2ാമത്തെ പ്രോഗ്രാമിലേക്ക് ഉപയോഗിക്കണം, അതുപോലെ തന്നെ അതെങ്ങനെ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ നിർദ്ദേശം തന്നുകൊണ്ടാണ് നിർത്തിവെച്ചത്. അപ്പൊ ഇതിന്റെ 2ാമത്തെ പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന PVC മെറ്റ എന്ന NFT ടോക്കൺ പ്രോഗ്രാം. അപ്പൊ ഇവിടെ PVC മെറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പല കാര്യങ്ങളും ഗൂഗിളിലും മറ്റുമാണ് അടിച്ചു നോക്കുന്നത്, അന്വേഷിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതുപോലുള്ള കാര്യങ്ങളിൽ
അന്വേഷിച്ച് നോക്കിയാൽ എന്താണ് PVC മെറ്റ എന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ അടിച്ചു നോക്കി കണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. PVC മെറ്റ appears to be a cryptocurrency project that utilizes blockchain technology to create a decentralized community driven ecosystem എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റ് ആണ് PVC മെറ്റ എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റു പലതിനും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതൊരു ക്രിപ്റ്റോ കറൻസിയാണ് എന്നാണ്. പക്ഷെ ഇവിടെ കിട്ടുന്ന കാര്യം ഒരു ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റ് ആണ് എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇത് ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള സിസ്റ്റത്തിന്, നമ്മുടെ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന് ബദലായ പുതിയ സിസ്റ്റമായ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാണാൻ കഴിയുന്നത് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അപ്പോൾ ഡെഫി സർവീസസ്, ലെൻഡിങ്, ബോറോയിങ്, ഫാമിങ്, ഗെയിമിങ്, മെറ്റാവേഴ്സ് ടെക്നോളജി, ട്രാൻസാക്ഷൻ ഫീസ്, NFT ക്രിയേഷൻസ്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ടോക്കണാണ് PVC മെറ്റ എന്ന് പറയുന്ന ഈ ഒരു ടോക്കൺ. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ ഭാവിയിൽ പൈസ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ഫ്യൂച്ചർ ഓഫ് ദ മണി എന്നാണ് പറയുന്നത് PVC മെറ്റയെ കുറിച്ച്. അപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് മനസ്സിലാക്കണം. കാരണം ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ പൈസയുടെ ഇലക്ട്രിക് രൂപമാണ്. പൈസ കൂടാനും കുറയാനും ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മളിവിടെ ബിറ്റ്കോയിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ടെക്നോളജി ബേസ്ഡ് ആയി വന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ലോകം നിയന്ത്രിക്കാൻ പോകുന്ന ശക്തി എന്ന് പറഞ്ഞാല് Web3യും അതുപോലെ തന്നെ മെറ്റാവേഴ്സ് ടെക്നോളജി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ടെക്നോളജിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോക്കനാണ് PVC മെറ്റ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വില എത്രത്തോളം ഉയരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള PVC മെറ്റയ്ക്ക് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കലാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് സീഡ് ഫണ്ടിങ്, അതുപോലെ തന്നെ രണ്ടാമത് ടോക്കൺ ഫാമിങ്. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റി ഞാൻ ഇതിന്റെ അവസാന ഭാഗങ്ങളിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 2 പ്രോജക്റ്റ്, ആദ്യം കഴിഞ്ഞു പോയ DP പ്രോഗ്രാം എന്ന ഒരു പ്രോജക്റ്റും അതുപോലെ തന്നെ PVC മെറ്റ എന്ന് പറയുന്ന രണ്ടാമത്തെ ഈ ഒരു പ്രോജക്റ്റ് മാത്രമേ നമ്മൾ നേരിട്ട് ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. മറ്റു 6 പ്രോജക്റ്റുകളിൽ 4 കാര്യങ്ങളും സിസ്റ്റം ചെയ്യുന്ന ഒരു പ്രോജക്റ്റുകളാണ്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ മൂന്നാമത്തെ ഒരു പ്രോജക്റ്റ് ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ നമ്മുടെ മുന്നിൽ ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയകളുണ്ട്. ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകൾ. അപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളായിട്ട് ഇതിന്റെ കമ്പനികൾക്കും അതുപോലെ തന്നെ ഇതില് ഈ കാര്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബർ അല്ലെങ്കിൽ ബ്ലോഗർ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആളുകളുടെ കൈകളിലേക്കാണ് പൈസ പോകുന്നത്. എന്നാൽ ഇവിടെ ലോകത്തിൽ ആദ്യമായിട്ട് കസ്റ്റമേഴ്സിന്, അതായത് നമ്മൾ കാണുമ്പോൾ നമുക്ക് വരുമാനം വരുന്ന വിധത്തിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നത് വേൾഡ് വിൻ ഇന്റർനാഷണൽ ആണ്. ആ ഒരു കാര്യമാണ് മൂന്നാമത്തേതായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ കോടീശ്വരന്മാർ വരെ കളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കളിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നിലവിൽ ആ കാര്യങ്ങളൊക്കെ ഇന്ന് കളിപ്പിക്കുന്നത് ഇതേ ടീമിന്റെ ആൾക്കാരാണ് എന്ന് നമ്മുടെ നമ്മുടെ ലീഡേഴ്സ് പല പ്രാവശ്യം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഭാവിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ PVC മെറ്റ ഉപയോഗിച്ച് കളിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഞ്ചാമത്തെ അതുപോലെ തന്നെ 4ാമത്തെ പ്രോജക്റ്റ് ആണ്. 5ാമത്തെ പ്രോജക്റ്റ് ആണ് വേൾഡ് വൈഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഫോൺ സംബന്ധിച്ച് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ റോമിങ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. ഇന്ന് അതിന്റെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളും വന്ന് അല്ലെങ്കിൽ കാര്യങ്ങളിൽ മുന്നോട്ട് പോയ സമയത്ത് ഒരു രാജ്യം ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരവസ്ഥ വന്ന്
അതേസമയം ഇന്നിപ്പം പറയുന്നത് വൺ വേൾഡ് വൺ സിം എന്ന്. അപ്പോൾ ഒരു സിം ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരു വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഇതിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ പറയും, കുറച്ച് ദിവസം മുന്നേ പേപ്പറിൽ വന്ന ഒരു കാര്യമാണ് നമ്മുടെ എലോൺ മസ്ക് പറഞ്ഞ്, ഇനി നിങ്ങൾക്ക് ടവറിന്റെ ആവശ്യമില്ല, അത് കാര്യങ്ങളൊക്കെ പിന്നെ സാറ്റലൈറ്റ് മുഖാന്തരമാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രസ്ഥാനവുമായി കൂട്ടി വായിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ആറാമത്തെ ബിസിനസ് സെഗ്മെന്റ് ആണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇ കൊമേഴ്സ്? ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പിന്നെ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പിന്നെ കാര്യങ്ങൾ, നമ്മൾ സാധനങ്ങൾ ബുക്ക് ചെയ്താൽ നമ്മുടെ വീട്ടുപടിക്കൽ എത്തുന്ന ഒരു സിസ്റ്റം. അങ്ങനെയുള്ള ലോകോത്തരമായ ഏകദേശം 5000-ലധികം പിന്നെ പിന്നെ വളരെ നല്ല സാധനങ്ങൾ ഇതിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 5000-ലധികം സാധനങ്ങളുള്ള ഒരു ഇ കൊമേഴ്സ് Bungi.com എന്ന് പറയുന്ന ഒരു ഇ കൊമേഴ്സ് ഇതിൽ വരാൻ പോവുകയാണ്. അപ്പൊ നിലവിൽ അതിന്റെ ഓഫീസും കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ ഹെഡ് ഓഫീസും കാര്യമുള്ളത് തായ്ലൻഡിലാണ്. ആ രാജ്യത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഇന്ത്യയിൽ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ആയി കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് പിന്നെ ഇതിൽ പറയുന്ന ഒരു 6 പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഈ സമയത്ത് നമ്മൾ കടന്നു വരുന്ന ആൾക്കാരെ ഈ ഒരു പ്രോജക്റ്റിന്റെ പാർട്ട്ണർമാരായിട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. അതിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് പിന്നെ റണ്ണിങ് ആവുന്ന സമയത്ത് ഇതിന്റെ ലാഭത്തിന്റെ ഒരു റിവാർഡ് നമുക്ക് തരും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഇതിന്റെ ഇങ്ങനെയുള്ള റിവാർഡുകൾ കൊടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ മനീഷ് സർ തന്നെ നിങ്ങളുടെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരു അനുഭവം നമ്മൾ പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ നാട്ടില് ഒരുപാട് സഹകരണ ബാങ്കുകളുണ്ട്. ആ സഹകരണ ബാങ്കുകളിൽ നമ്മൾ പിന്നെ പുതുതായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ആൾക്കാർ വന്നിട്ട് അതിലൊരു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി നമ്മളോട് പറയും. അതൊരു പക്ഷേ അന്ന് കുറച്ച് മുമ്പേ അല്ലാതെ 3 രൂപ, 5 രൂപ, 10 രൂപ തുടങ്ങി അങ്ങനെയുള്ള ഒരു മെമ്പർഷിപ്പ് ആയിരുന്നു. ആ ഒരു മെമ്പർഷിപ്പ് കൊണ്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കതിൽ ഒരു ഇലക്ഷൻ വന്നാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവാം. അത് മാത്രമല്ല, പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തിന്റെ അവസാനത്ത് ആ ബാങ്കിന്റെ വരവ് ചെലവ് കണക്കുകൾ അല്ലെങ്കിൽ ലാഭനഷ്ടങ്ങളൊക്കെ കണക്ക് പറയാൻ വേണ്ടി നമ്മുടെ ഈ മെമ്പേഴ്സിനെ ഒരു സ്ഥലത്ത് വിളിക്കുകയും അവിടെ നിന്ന് നമുക്കൊരു ചായയും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു പ്രസന്റ് തരുന്നുണ്ട്. വളരെ ചെറിയ പ്രസന്റ് ആണെങ്കിൽ ഒരു സെറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ബാഗ് അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ആ ബാങ്കിലുള്ള സമയത്തോളവും അതുപോലെ തന്നെ നമ്മൾ അതിന്റെ മെമ്പറായിരിക്കുന്ന സമയത്തോടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളന്ന് കൊടുത്ത 3 രൂപക്കോ 5 രൂപക്കോ ഉള്ള സാധനമല്ല നമുക്ക് തരുന്നത്, അതിലും വലിയ സാധനമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് കിട്ടിയത് നമ്മൾ ആ മെമ്പർ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇവിടെയും നമ്മളോട് പറയുന്നത് ഈ ഒരു പ്രോജക്റ്റിന്റെ പാർട്ട്ണർ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ്. അപ്പൊ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത് ഗ്ലാസോ കോപ്പിയോ ടിഫിൻ ബോക്സോ അല്ല, വിദേശ മൂല്യമുള്ള പണമായിരിക്കും എന്നത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇതാണ് ഇതിന്റെ പിന്നെ 6 സെഗ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഇതിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ കാര്യം ഒന്ന് സീഡ് ഫണ്ടിങ് ആണ്. ഈ ഒരു പ്രോജക്റ്റിന്റെ പാർട്ട്ണർ ആവാനുള്ള ഒരു അവസരമാണ് ഇതിൽ സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം നമുക്ക് ആവശ്യമായി വരുന്നത് പിന്നെ ഒരു 5000 രൂപക്ക് അടുത്താണ്, 4800 എന്തോ അങ്ങനെയുള്ള 5000 രൂപക്ക് അടുത്തുള്ള ഒരു പൈസ കൊണ്ട് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. അപ്പൊ അതായത് ഒരു 1000 PVC മെറ്റ വാങ്ങി നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പിന്നെ ഒരു സർവീസ് ചാർജും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ 1000 PVC മെറ്റ എന്ന് പറയുന്നത് പിന്നെ അത് 1000 ദിവസം കൊണ്ട് ഇത് നേരെ ഇരട്ടിയാവും, 2000 മാറുമെന്നുള്ള ഒരു കാര്യം നമ്മൾ പിന്നെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോ മൂന്നാമതൊരു കാര്യം പറയാനുള്ളത് പിന്നെ ഇതിന്റെ അടുത്തൊരു കാര്യം ടോക്കൺ ഫാമിംഗ് ആണ്. ഈ ടോക്കൺ ഫാമിംഗ് എന്ന് പറഞ്ഞാല് പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ്. അപ്പൊ നിലവിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നത്. അപ്പം ബാങ്ക് നമ്മൾ ഇത് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ഈ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് മൂന്നാമതൊരു വ്യക്തിക്ക് ഈ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാനോ അല്ലെങ്കിൽ അതിൽ പിന്നെ കാര്യങ്ങൾ ഇടപെടാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കാണാം, നമ്മുടെ ഫോൺ എടുത്ത് ഒരാളെ നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന മെസ്സേജ്, നിങ്ങൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജിയുടെ പ്രത്യേകതയാണ്.
പിന്നെ അപ്പൊ ഈ ഒരു ടെക്നോളജി, ഓരോ ടെക്നോളജിയും നമ്മുടെ മുന്നിൽ അവതരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ടെക്നോളജി അല്ലെങ്കിൽ നിലവിലുള്ള പിന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് പുതിയ പുതിയ ടെക്നോളജി വരുന്നത്. അപ്പം ഈ ഒരു ടെക്നോളജിക്ക് ബദലായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മിനിമം 100 USDT, അതായത് പിന്നെ അമേരിക്കൻ ഡോളറിന് സമാനമായ പിന്നെ സ്റ്റേബിൾ കറൻസിയായ USDT ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇതിൽ പ്രവേശിക്കാൻ കഴിയുക. അത് എത്ര വേണമെങ്കിലും നമുക്ക് പിന്നെ അതിൽ നിക്ഷേപിക്കാം. പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കിത് വരാൻ പോകുന്ന റിവാർഡ്, ഇപ്പം ബാങ്കിൽ നമ്മൾ 1,00,000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ 1,00,000 രൂപ നമുക്ക് അടുത്ത വർഷം വേണമെങ്കിൽ ഇതിൽ പറയുന്ന 7% 8% ലാഭം നമുക്ക് എടുത്തുകൊണ്ട് ഈ പൈസ മുഴുവൻ നമുക്ക് പിന്നെ പിൻവലിക്കാം, അല്ലെങ്കിൽ എടുത്ത് തിരിച്ചു വരാം. അതേസമയം നമ്മൾ ഈ ഒരു ടെക്നോളജിയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് നിക്ഷേപിച്ച പൈസ നമുക്ക് അതേപോലെ തിരിച്ചു കിട്ടില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പകരം നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് അടുത്ത ദിവസം മുതൽ നമ്മൾ എത്രയാണോ നിക്ഷേപിക്കുന്നത് അതിന്റെ 0.2% വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ 1000 ദിവസം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ 1000 ദിവസം നമ്മൾ കണക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്നതിന്റെ നേരെ ഇരട്ടി തുകയായി ഇത് മാറിയിട്ടുണ്ടാവും. വേറൊരു കാര്യം ഇതിൽ പറയുന്ന പിന്നെ ഉള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ പിന്നെ ശക്തിയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു 100 പോയിന്റ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പിന്നെ പൈസ നമ്മുടെ പൈസയാക്കി നമുക്ക് മാറ്റാം. അതല്ലെങ്കിൽ അതിൽ റീഫാമിംഗ് എന്ന് പറയുന്ന തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇതിലുണ്ട്. അത് വീണ്ടും തിരിച്ചു കൊടുത്താൽ 100 പോയിന്റ് ആകുമ്പോൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 1000 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു പൈസ അതിന്റെ 3 ഇരട്ടി 4 ഇരട്ടിയാക്കി മാറ്റാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു സിസ്റ്റമാണ് ഈ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന 3 അവസരം, ഏറ്റവും ചുരുങ്ങിയ 3 അവസരങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ഞാൻ പറഞ്ഞ 6 പ്രോജക്റ്റിന്റെ പാർട്ട്ണർമാരായി നമുക്ക് വരാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന്റെ ലാഭത്തിന്റെ റിവാർഡ് നമ്മൾക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം, ഈ PVC മെറ്റ എന്ന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ബിറ്റ് കോയിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ ചരിത്രമൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം എല്ലാം ഞാൻ പറയാൻ ഇപ്പം പിന്നെ ആവാത്തത് കൊണ്ടാണ്. അപ്പം PVC മെറ്റ എന്ന് പറയുന്ന ക്രിപ്റ്റോ ടോക്കൻ, NFT ടോക്കൻ, മൾട്ടി പർപ്പസ് ടോക്കൻ വാങ്ങി സൂക്ഷിക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരമാണിത്. ഇതിന്റെ വില എത്രത്തോളം പോകും എന്നുള്ള കാര്യം നമുക്ക് പിന്നെ ഇന്ന് ചിന്തിക്കാൻ പറ്റൂല. അതാണ് അതിന്റെ രണ്ടാമത്തെ പിന്നെ സൗകര്യം. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ പിന്നെ നമുക്ക് പുതിയ പിന്നെ നമ്മുടെ സമ്പാദ്യം വളരെ വലിയൊരു സമ്പാദ്യമാക്കി മാറ്റാനുള്ള ഒരു ടോക്കൻ ഫാമിംഗ് എന്ന് പറയുന്ന അടുത്തൊരു സിസ്റ്റമാണ്. ഈ ഒരു 3 സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത്ര മാത്രമാണ് എനിക്ക്